ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ. ഇപ്പോൾ ക്യാരറ്റൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ എടുത്ത് ചാടലായിരിക്കില്ലേ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികളെ വയറ്റിലെത്തുകയും ചെയ്യും. പിന്നെ ഞാൻ ഇതിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പും ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഒരു സ്മൈലെങ്കിലും കമൻ്റ് ആയിട്ട് ഇടുക കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. അതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ കളയല്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കുക. 2-3 വിസിലടുപ്പിച്ചാൽ മതിയാവും. അപ്പോൾ ഇതാ ഇനി അടുത്തത് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏലക്കം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ അത് ഉരുക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക. കുറേ നേരം വറുക്കേണ്ട ആവശ്യമില്ല. ഒരു പഞ്ചസാര ഉരുകിയിട്ടൊന്ന് ഇതൊന്ന് കളറൊന്ന് മാറി വന്നാൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂണ് നെയ്യ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. എന്നിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ചെറുങ്ങനെ ഒന്ന് കളറൊന്ന് മാറി വരും കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തേങ്ങ ഇവിടെ ആയിട്ടുണ്ട്. ഇത്രയും മതിയാവും. കുറച്ചൊന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറുവരിൻ്റെ ചോറാണ് കേട്ടോ. ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല. ക്യാരറ്റ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. 3 വിസിൽ അടിച്ചവരെ തന്നെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലോണം വേവണം കേട്ടോ, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ച ആ 1 കപ്പ് ചോറില്ലേ അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു സൈഡിലുള്ള ആ ഒരു ചോറ് ഇതൊക്കെ ഇതിലേക്ക് ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ അടിച്ചെടുത്തത്. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിന് കേട്ടോ. കുറേ വെള്ളത്തിൻ്റെ ആവശ്യമില്ല, കുറച്ച് മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകാൻ പാടില്ല കേട്ടോ, കുറച്ച് മാത്രം മതിയാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം കേട്ടോ. ഇതാ കണ്ടില്ല, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കാം. ഇനിയിപ്പോൾ അടിച്ചെടുത്ത ഈ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസായി പോകാൻ പാടില്ല കേട്ടോ. കുറച്ചൊരു ടൈറ്റ് തന്നെയാണ് വേണ്ടത്. എന്നാലും അധികം ടൈറ്റിലല്ല, കുറച്ചൊരു നമ്മൾ ദോശയൊക്കെ ചുട്ടുന്നില്ലേ അതിനേക്കാളും കുറച്ച് ടൈറ്റിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഇത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരില എടുത്ത് വെക്കാം. അതിലേക്ക് കോരി ഒഴിക്കാം കേട്ടോ മാവ്. ഇതേപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ ദോശമാവൊക്കെ ചുറ്റിക്കുന്നില്ലേ അതേപോലെ ചുറ്റിച്ചെടുത്താൽ മതിയാവും. നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഒരു ഫില്ലിംഗ് ഇല്ലേ തേങ്ങൻ്റെ, അത് ഇതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാം. ഇതേപോലെ നിരത്തിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എല്ലാ ഭാഗത്തും എത്തും. എന്നിട്ട് ഇതൊന്ന് മടക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം.
ഇനി അടുത്തതും കൂടി ഇതേപോലെ തന്നെ കോരി ഒഴിക്കുക. എന്നിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നടുക്കായിട്ട് നമുക്കിതിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അട നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇടയിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോ അടയും ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ആവിച്ചമ്പിൽ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കാം കേട്ടോ. അപ്പോൾ പുഴുങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഇതേപോലെ മടക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കുറച്ച് ഞാൻ ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ അട അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ തുറന്ന് കാണിച്ചു തരാം എങ്ങനെ ഉണ്ട് ഇത്. അപ്പോൾ ഇതാ നല്ല ഒരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ക്യാരറ്റും അതുപോലെ തന്നെ ഇലയും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നല്ലൊരു മണം കേട്ടോ. അപ്പോൾ ഇതാ നോക്ക്, അടിപൊളിയല്ലേ, കാണാൻ തന്നെ നല്ല താള് പോലെ ഉണ്ട് കേട്ടോ. എന്താ പറയുക, നല്ല പതള് പോലെ ഉണ്ട് കേട്ടോ. കഴിക്കാൻ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പിലാണ് ഈ ഒരു അട ഞാൻ തയ്യാറാക്കിയത് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ചോറ് കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിപ്പോകും കേട്ടോ പെട്ടെന്ന്, അത്രയ്ക്ക് സോഫ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുടെ ചെയ്ത് നോക്കൂ. കുട്ടികളൊക്കെ എന്തായാലും ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ, അത്രയ്ക്കും ടേസ്റ്റാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ക്യാരറ്റും ചോറും വെച്ചിട്ട് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ കാണണമെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ.